5-6 ലക്ഷം രൂപ വില വരുന്ന ടർബോ നമ്മൾ ചെറിയ പൈസക്ക് ശരിയാക്കി കൊടുത്താലോ? പലരും ഇങ്ങനെയൊക്കെ തന്നെ പറഞ്ഞാണ് വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ തന്നെയാണ് ചെയ്യണത്. ഇന്നത്തെ നമ്മുടെ കാര്യപരിപാടി എന്ന് പറഞ്ഞാൽ ഒരു GLS ആണ്. ടർബോ ഫെയിലിയർ ആയിട്ട് നമ്മുടെ അടുത്തേക്ക് എത്തിയതാണ്. അപ്പോൾ ഇത് നമ്മൾ ഓൾഡ് ടർബോ നോക്കിയാൽ അറിയാം, ഇമ്പലർ കാര്യങ്ങളൊക്കെ ഫോറിൻ ഒബ്ജക്റ്റ് ഒന്ന് അടിച്ച് ഡാമേജ് ആയിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം എന്ന് പറഞ്ഞാൽ ഒരു യൂസ്ഡ് ടർബോ മേടിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. മെയിനായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ടർബോൻ്റെ ഇമ്പലർ നമ്മൾ ഷേക്ക് ഉണ്ടോ നോക്കുക. പിന്നെ രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഇമ്പലർ കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കറങ്ങണുണ്ടോ നമ്മൾ നോക്കുക. പിന്നെ മൂന്നാമത് നമ്മൾ നോക്കേണ്ട കാര്യമാണ് ഈ കേസിങ്ങിൽ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ക്രാക്ക് ഡാമേജ് ഒക്കെ ഉണ്ടോ നോക്കുക. ഉണ്ടെങ്കിലും അത് പ്രവർത്തിക്കാൻ പോകുന്നില്ല. പിന്നെ നാലാമത് നമ്മൾ നോക്കേണ്ട കാര്യമാണ് ഇതിൽ സീല് കാര്യങ്ങൾ എന്തെങ്കിലും ഡാമേജ് ആയിട്ട് ഓയിൽ കയറി കത്തി എന്തെങ്കിലും പാടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക. ഒരിക്കലും സ്റ്റോറേജിൽ ഇരിക്കുന്ന ടർബോ ഡയറക്റ്റായിട്ട് എടുത്ത് ഫിറ്റ് ചെയ്ത് കറക്കാൻ ശ്രമിക്കാണ്ടിരിക്കുക. അത് കറങ്ങൂല. ടർബോ നമ്മൾ ഇൻലെറ്റ് ലൈനിൽ ഇത്തിരി ഓയിൽ കാര്യങ്ങളൊക്കെ കൊടുത്ത് ഫ്രീ ആവാൻ വെക്കുക. 2-3 ദിവസം പയ്യൊന്ന് ഫ്രീ ആക്കിയതിന് ശേഷം മാത്രം എടുത്ത് വണ്ടിയിൽ ഫിറ്റ് ചെയ്ത് ഓടിക്കുക. എയർ ഫിൽറ്ററുകൾ കാര്യങ്ങളൊക്കെ പുതിയത് ഇതിൻ്റെ ഒപ്പം തന്നെ ഉപയോഗിക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരു പരിധി വരെ യൂസ്ഡ് ടർബോ കുഴപ്പമില്ലാണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഒപ്പം തന്നെ ഒരു കാരണവശാലും ചൈന കോർ കാര്യങ്ങളൊക്കെ കിട്ടാണ്ട് അതൊരിക്കലും എടുത്ത് പിടിപ്പിക്കാണ്ടിരിക്കുക. അതിലും ഭേദം ഒരു യൂസ്ഡ് ടർബോ മേടിച്ചിട്ട് ഇൻസ്റ്റാൾ ചെയ്യണമാണ്. നല്ലൊരു ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ എപ്പോഴും ബ്രാൻഡ് ന്യൂ ടർബോ തന്നെ മേടിച്ച് മാറാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. പ്രീമിയം കാർ റിലേറ്റ് ചെയ്ത് ആർക്ക് എന്ത് സംശയമോ കാര്യങ്ങളോ എന്തെങ്കിലും ഹെൽപ്പ് കാര്യങ്ങളോ എന്ത് വേണമെങ്കിലും നമ്മൾ വിളിക്കാൻ നമ്പർ കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു.